ഒന്നാം ഘട്ടം 10th ലെവൽ പ്രിലിം എക്സാം അതിലെ മാത്സിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത് ചോദ്യം, സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകുമെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം കാണുന്ന ഒരാൾ പെട്ടെന്ന് പകുതി എന്ന് കേൾക്കുമ്പോൾ ഓപ്ഷൻ ബി പോയിട്ട് കറപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ കൃത്യമായിട്ട് ഓർത്തിരിക്കാം, 1 മീറ്റർ നീളം എന്നിവിടെ പറയുന്നുണ്ട്, സമചതുരാകൃതിയാണ്. അപ്പോൾ അതിൻ്റെ വിസ്തീർണമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ സമചതുരാകൃതിയിലുള്ള ഒരു തുണി 1 മീറ്റർ നീളം എന്ന് പറയുമ്പോൾ അതിൻ്റെ വീതി എത്ര തന്നെയായിരിക്കും? 1 മീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ വിസ്തീർണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 × 1 ചെയ്താൽ മതി, നമുക്ക് 1 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ആ 1 മീറ്റർ സ്ക്വയർ തുണിയുടെ വിലയാണ് എത്ര എന്ന് പറയുന്നത്? 100 രൂപ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് നീളം എത്രയായിട്ട് മാറി? പകുതിയായിട്ട് മാറി. വീതി എത്രയായിട്ട് മാറി? പകുതിയായിട്ട് മാറി. അപ്പോൾ ഇവിടെ വിസ്തീർണം എത്രയായിട്ട് മാറി? 1/4 ആയിട്ട് മാറി. നേരത്തെ 1 മീറ്റർ സ്ക്വയർ ആയിരുന്നു, ഇപ്പോൾ അത് 1/4 ആയിട്ട് മാറി. അപ്പോൾ വില എത്രയായിട്ട് മാറും? 4 ചെയ്യണം. നമുക്കവിടെ 25 എന്നാണ് കിട്ടുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ പലരെങ്കിലും ഈ ഒരു ചോദ്യത്തിൽ ഓപ്ഷൻ ബി കറപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കൃത്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 4 - 12 / 4 നമുക്ക് 3 എന്ന് കിട്ടുക എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നേരിട്ട് ഉത്തരത്തിലേക്ക് പോവാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് ഇവിടെ മൈനസിന്റെ സ്ഥാനത്ത് ഡിവിഷൻ കൊടുക്കണം, ഡിവിഷന്റെ സ്ഥാനത്ത് മൈനസ് കൊടുക്കണം. ഇപ്പോൾ നോക്കാം, 5 + 3 × 8 അതിനുശേഷം മൈനസ് ആണ്, അത് ഡിവൈഡ് ആയിട്ട് മാറും. 12 ഡിവിഷൻ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. 4 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ബോട്ട് മാസ് നോക്കണം. ഇവിടെ 3 × 8/2 ആ ഒരു ഭാഗത്ത് നമുക്ക് 3 × 8/2 12 എന്ന് എഴുതാം. ഇത് വെട്ടിക്കഴിയുമ്പോൾ ഇവിടെ 4 വട്ടം, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ 2. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എത്രയാണ്? 2 എന്നാണ് കിട്ടുക. അപ്പോൾ ഇത്രയും പോർഷൻ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ 5 + 2 എന്ന് പറയുന്നത് എത്രയായി? 7 ആയിട്ട് മാറി. 7നോട് ഈ 4 കുറച്ച് നമുക്ക് കിട്ടും 3 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമ്മൾ പരീക്ഷ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഓരോന്നും നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തു വേണം ഉത്തരം എഴുതാനായിട്ട്. ഇവിടെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് പോയതുകൊണ്ടാണ് ഓപ്ഷൻ ബി നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി രണ്ട് സംഖ്യകളുടെ ലസാഗു 60 ഉസാഗ 3, ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്ത്? അപ്പോൾ ഇവിടെ LCM × HCF = നമ്പർ 1 × നമ്പർ 2 എന്ന് പറയുന്ന ഇക്വേഷനാണ്. LCM എന്ന് പറഞ്ഞാൽ 60 ആണ്, HCF എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 12 വന്നിട്ടുണ്ട്. നമ്പർ 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് N2ന്റെ രൂപത്തിലേക്ക് ഇക്വേഷൻ മാറ്റുകയാണെങ്കിലോ ഈ 60 × 3 ബൈ എന്തായിട്ട് മാറും? 12 എന്നായിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ N2ന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറി? 60 × 3 ബൈ 12. ഇത് നമ്മൾ വെട്ടിച്ചുരുക്കുകയാണെങ്കിൽ ഇവിടെ 5 വട്ടം പോകും. 5 × 3 നമുക്ക് അവിടെ എന്ത് കിട്ടി? 15 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് വരേണ്ടത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇത് പിന്നെ നമ്മൾ പണ്ട് മുതലേ PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 50² + 12² - 2 × 50 × 12 എന്നാണ്. ഇത് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച ഒരു ഇക്വേഷനിലേക്ക് വരണം. A - B² A² + B² - 2AB എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് വരണം. അല്ലെങ്കിൽ നമ്മൾ 50² കണ്ടുപിടിക്കും, 12² കണ്ടുപിടിക്കും, അത് രണ്ടും കൂടെ കൂട്ടും, -2 × 50 × 12 അങ്ങനെയൊക്കെ ചെയ്യും. ഇവിടെ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. 50 - 12 (² എന്ന് ചെയ്യാം. √50 - 12 (²). അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടി? 3² എന്ന് കിട്ടി. 3² റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. എത്രയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമയം ലാഭിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു ബേസിക് ഇക്വേഷനൊക്കെ എന്നൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇനി ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 ml ആയാൽ പാലിൻ്റെ അളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, 4 ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? വെള്ളം എന്ന് പറയുന്നത്. അതാണ് ഇത്ര 80 ml എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 ml ആയിരിക്കും. അങ്ങനെ കിട്ടും 80/4 ചെയ്താൽ മതി. 5 ഭാഗമാണ് പാലെന്നാണ് ചോദിച്ചത്. 5 ഭാഗമാണ് പാല്. അപ്പോൾ പാലിൻ്റെ അളവാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ഭാഗം 20 ആണ്. അപ്പോൾ 5 ഭാഗം എന്ന് പറഞ്ഞാൽ 20 × 5 നമുക്ക് 100 എന്നാണ് കിട്ടുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇനി അടുത്തത് ഇത് സോൾവ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താനുള്ള ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്താൽ 32 × 10 എന്ന് പറയുമ്പോൾ 320 എന്ന് കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് 10
-2 അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 എന്നാണ് കിട്ടുക. അപ്പോൾ 320/8 അപ്പോൾ ഇവിടെ നമുക്ക് 320/8 എന്നാണ് ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ വരിക. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 നമുക്കറിയാം. അതിനോട് എന്ത് കുറയ്ക്കാൻ പറഞ്ഞു? 20 കുറച്ചാൽ എന്ത് കിട്ടുന്നതാണ്. അപ്പോൾ -20 ചെയ്താൽ 20 എന്നാണ് കിട്ടുക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 6.4 സ്ക്വയർ - 3.6 സ്ക്വയർ ബൈ 2.8 ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ കിട്ടും. a - b × a + b എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. a - b × a + b, അതായത് a² - b² = a - b × a + b എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ഇക്വേഷനിലേക്ക് ഇത് കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, a² - b² എന്ന രൂപത്തിലാണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. അപ്പോൾ 6.4 + 3.6 × 6.4 - 3.6 all divided by 2.8. ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 എന്നാണ് കിട്ടുക. 6.4 + 3.6 അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 എന്നാണ് കിട്ടുക. ഇത് ചെയ്ത് കഴിഞ്ഞാലോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.8 എന്നാണ് കിട്ടുക. 6.4 - 3.6 ചെയ്താൽ ഈ 2.8ഉം ഈ 2.8ഉം വെട്ടിപ്പോകും. ബാക്കി എന്താണ്? 10 ആണുള്ളത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്വയറൊക്കെ എടുത്തിട്ട് കുറേ ടൈം വേസ്റ്റ് ആയി പോകും. ഈ ഒരു രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ, ഇപ്പോൾ a - b² നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. അതുപോലെ തന്നെ a + b² നമ്മൾ പഠിക്കും. a² + b² + 2ab അങ്ങനെയുള്ള ബേസിക് ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അടുത്ത പ്രിലിം ഘട്ടത്തിലും ഇത് ചിലപ്പോൾ ആവർത്തിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശവും എന്താണ്? തുല്യമാണ്. അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞ എന്താണ്? സമചതുരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ വശവും തുല്യമാണ്. ഇവിടെ 16.3 സെൻറ്റിമീറ്റർ വശം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വശത്തിൻ്റെ നീളം 16.3 ആണെങ്കിൽ 3 വശവും എന്ത് തന്നെയായിരിക്കും? 16.3 തന്നെയാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വശങ്ങളും കൂട്ടുകയാണ്. അപ്പോൾ 16.3 × 3 ചെയ്താൽ മതി. നമുക്കിവിടെ 9, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 18, ബാക്കി ഇവിടെ 4. അപ്പോൾ 48.9 എന്നാണ് ആ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് നമുക്ക് കിട്ടുക. ഇനി ഇവിടെ 12.1 സെൻറ്റിമീറ്റർ ആണ് ആ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം. അപ്പോൾ 12.1 ആണ് ഒരു വശം. അപ്പോൾ 4 വശത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, ഇതിൻ്റെ എല്ലാ വശങ്ങളും കൂട്ടുകയല്ലേ. അപ്പോൾ എല്ലാ വശവും 12.1 ആയിരിക്കും. അപ്പോൾ 12.1 × 4 ചെയ്യുക. അപ്പോൾ 4, 8, 4. അപ്പോൾ 48.4 ആണ് അതിൻ്റെ ആ ഒരു ചുറ്റളവ് എന്ന് പറയുന്നത്, ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ്. ഇത് തമ്മിൽ കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 0.5 എന്നാണ് കിട്ടുക കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ അടുത്ത ചോദ്യം, എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 ആണെങ്കിൽ ആവസാനത്തെ നോട്ടിൻ്റെ നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഉത്തരം തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? 7575 ആണ് ആദ്യത്തെ നോട്ടെന്ന് നമ്മൾ പറയും. എന്നിട്ട് എന്ത് ചെയ്യും? അതിലൂടെ 60 അങ്ങ് കൂട്ടിക്കളയും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 75 7 6 7 3 5 എന്ന് കിട്ടും. പക്ഷെ അത് തെറ്റാണ്. ഓൾറെഡി ഒന്നാമത്തെ നോട്ട് ഇവിടെ ഉണ്ട്. ഇനി എത്രയാണ് കൂട്ടേണ്ടത്? 59 ആണ് കൂട്ടേണ്ടത്. അപ്പോൾ ഇവിടെ വരേണ്ടത് 4 ആണ് വരേണ്ടത്. 7 6 3 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ 89ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. അപ്പോൾ ഇത് ആ ഒരു പരീക്ഷാളിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എങ്കിലും തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. ഇനി അടുത്തത്, വിട്ടുപോയ പദസംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യം. സിമ്പിളായിട്ടുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു 1 ആണ്. 1നോട് 4 കൂട്ടിയാൽ 5 കിട്ടും. 5നോട് 6 കൂട്ടിയാൽ 11 കിട്ടും. 11നോട് 8 കൂട്ടിയാൽ 19 കിട്ടും. അതുപോലെ തന്നെ 19നോട് 10 കൂട്ടിയാൽ 29 കിട്ടും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 29നോട് 12 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 31 എന്നാണ് കിട്ടുക. ഇവിടെ 41 എന്നാണ് കിട്ടുക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇതിവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ SOUR എന്നത് എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. ഇവിടെ എഫ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാല എടുക്കുകയാണെങ്കിൽ ABCDEFGHIJKLMNOPQRSTUVWXYZ. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാല എടുക്കുകയാണെങ്കിൽ ഈ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ എഫ് എന്ന് പറയുന്ന 6ാമത് വരുന്ന ലെറ്ററാണ്. പിറകിൽ നിന്ന് നോക്കുമ്പോൾ 1 2 3 4 5 6, അതായത് യു ആണ് 6ാമത് വരുന്നത്. ആ ഒരു രീതിയിലാണ് ഇത് കോഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഈ എസ് എന്ന് പറയുന്നത് മുമ്പിൽ നിന്ന് എത്രാമത്തെ ലെറ്റർ ആണെന്ന് നോക്കുക. അപ്പോൾ നോക്കുക 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19ാമത്തെ ലെറ്റർ ആണ് എന്ത് എസ് എന്ന് പറയുക. അതേപോലെ പിറകോട്ട് വരിക. പിറകോട്ട് വരുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 എച്ച് ആണ് വരിക. അപ്പോൾ എച്ച് വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ തുടക്കത്തിൽ, ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് വളരെ വേഗത്തിൽ ഉത്തരത്തിലേക്ക് എത്തുക. അപ്പോൾ ആദ്യം അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി, ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ നമ്മുടെ കോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 41 ഇത് ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന 92ാമത്തെ ചോദ്യമാണ്. നമ്മളിവിടെ 91 വരെ പഠിച്ചു. ഇനി 92ാമത്തെ ചോദ്യമാണ്. ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അയാളുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺകുട്ടികൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളുമുണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് കിട്ടും. ആദ്യം ഒന്ന് വായിച്ചു നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആവും. ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം മാത്രം കണക്കാക്കിയാൽ മതി. അപ്പോൾ ഒരു കുടുംബത്തിൽ അജയനുണ്ട്. അപ്പോൾ അജയൻ എന്താണ്? ആണാണ്. അജയൻ എന്താണ്? ആണാണ്. ഇപ്പോൾ ഒരാളുടെ നമ്പർ കിട്ടി. ഇനി എന്താ 4 ആൺമക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പം 4 പേരുണ്ട്. ഇനി അടുത്തെന്താണ്? ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ 4 × 3 അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 12 4 16 1 17 ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് കിട്ടുക. ഇനി അടുത്തത്, ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിൽ റണ്ണർക്ക് 3.2 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? 10 ഓവറിൽ റണ്ണർക്ക് 3.2 എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും എന്താണ്? ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിവൈഡ് ബൈ എത്ര ഓവറാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 10 ഓവറാണ്. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 3.2 കിട്ടുക. അപ്പോൾ അവിടെ ടോട്ടൽ എത്ര റൺ എടുത്തിട്ടുണ്ട്? 3.2 × 10 ചെയ്താൽ കിട്ടുന്ന 32 ആണ് അവിടുത്തെ ടോട്ടൽ റൺ. ഈ പറയുന്നതാണ് ബാക്കി 40 ഓവറിൽ എത്ര റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 252 റൺസ് നേടാൻ സാധിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ ഓൾറെഡി ഇവിടെ 32 റൺ നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ 282 കുറയ്ക്കണം 32 ചെയ്യുക. 282 കുറയ്ക്കണം 32 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 ഇവിടെ 5 250 കിട്ടും. അപ്പോൾ ഇനി അവശേഷിക്കുന്ന 40 ഓവറിൽ 250 റണ്ണാണ് എടുക്കേണ്ടത്. അപ്പോൾ റൺ റേറ്റ് ആണ് എന്ത് ചെയ്താൽ മതി? 250 ഡിവൈഡ് ബൈ 40 എന്ന് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.25 എന്ന് കിട്ടും. അതായത് ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 km/മണിക്കൂർ വേഗത്തിലും തിരിച്ച് 120 km/മണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ചു. ഈ 2 ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വർഷത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ തുല്യ ദൂരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആവറേജ് വെലോസിറ്റി കാണാനുള്ള സൂത്രവാക്യമുണ്ട്. 2ab ഡിവൈഡ് ബൈ a+b എന്ന് പറയുന്ന ഒരു സൂത്രവാക്യം. അപ്പോൾ ഇവിടെ 2 × 13 × എ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയാണ്. ഒരു ഭാഗത്തേക്ക് സഞ്ചരിച്ച വെലോസിറ്റി, അതുപോലെ തന്നെ തിരിച്ച് സഞ്ചരിച്ച ആ സ്പീഡ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന എയും ബിയും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നെന്താണ്? 30 ആണ്. അടുത്തെന്താണ്? 120 ആണ്. ഡിവൈഡഡ് ബൈ 30 + 120. ഇതിപ്പോൾ ചെയ്യാൻ നിൽക്കരുത്. ഇനി എന്താണ് പറയുന്നത്? ഈ 2 ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വർഷത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ്. നമുക്കറിയാം എന്താണ്? സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. ഇപ്പോൾ ഓൾറെഡി ഇവിടെ നമുക്ക് എന്താണ്? ആവറേജ് സ്പീഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. 2 × 30 × 120 ഡിവൈഡ് ബൈ 30 + 120 ചെയ്താൽ ഇൻറ്റു ടൈം ചെയ്യണം. ടൈം ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? 5 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ദൂരം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്, അയാൾ സഞ്ചരിച്ച ദൂരമാണ്. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ ജോസഫ് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിശയിൽ പോകാൻ വേണ്ടി എടുത്തിരിക്കുന്ന ദൂരവും തിരിച്ച് എടുത്തിരിക്കുന്ന ദൂരവും ടോട്ടലായിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ടുള്ളതാണ് കിട്ടുക. നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ദൂരം മാത്രം മതി അല്ലേ? ഒരു വർഷത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? /2 കൂടെ കൊടുക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഇത് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 150 കിട്ടും അല്ലേ? 120 30 കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 150 കിട്ടും. ഇത് നമുക്ക് ഇതും പോയി ഇവിടെ 5 വെച്ച് വെട്ടാം. ഈ 5ഉം ഇവിടെ വെട്ടാം. ഇതിനെ ഇങ്ങനെ വെട്ടിയാൽ നമുക്ക് 60 കിട്ടും. 60 × 2 ചെയ്താൽ 120 കിട്ടും. അപ്പോൾ എത്ര കിലോമീറ്ററാണ്? 120 കിലോമീറ്റർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ചോദ്യം ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല.
ഓൾറെഡി കുറച്ച് വലിയ ചോദ്യമാണ്. ഒരു പ്രിലിം എക്സാമിന് നമ്മൾ ഒരിക്കലും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമെന്ന് ചിന്തിച്ച് പോകാറുണ്ടാവില്ല. അപ്പോൾ ആ ചോദ്യം കാണുകയും ചെയ്യും, ഒപ്പം ഇതിൻ്റെ ബേസും അറിയില്ലെങ്കിൽ നമുക്ക് അവിടെ ചിലപ്പോൾ ടെൻഷൻ വരും. അങ്ങനെ ടെൻഷൻ വരികയാണെങ്കിൽ ഒപ്പം തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക, എന്നിട്ട് സാവധാനം അവസാന സമയം എടുത്തുകൊണ്ട് വീണ്ടും വന്ന് സാവധാനം ചിന്തിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമേ വേണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം എന്നാണ്. അപ്പോൾ ഈ 14% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ 114%മാണ് 2850 എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ കോസ്റ്റ് പ്രൈസ് 100%ആയിട്ടാണ് എടുക്കുക. അതിനോട് കിട്ടുന്ന ലാഭം എന്താണ്, അതിനോട് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ 114%മാണ് എത്ര എന്ന് പറയുന്നത്, 2850 എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് 8% ലാഭം മതി. അപ്പോൾ എന്താണ് 108% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് വെട്ടി ചുരുക്കാം. ആദ്യം നമുക്ക് 2 വെച്ച് വെട്ടാം. ഇവിടെ നമുക്ക് 54 കിട്ടും, ഇവിടെ നമുക്ക് 54 2 വെച്ച് പോയാൽ ഇവിടെ എത്ര വരും, ഇവിടെ നമുക്ക് 5 വരും, ഇവിടെ നമുക്ക് 7 വരും. 57 × 5 ചെയ്താൽ 285 കിട്ടും. അപ്പോൾ അവിടെ 50 × 54 എത്ര നോക്കാം, 14 20 ഇഷ്ടം 2 ഉണ്ട്, 27 2 0 വരും. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. അടുത്ത കുട്ടിയുടെ വയസ്സ് എത്രയാണ്, x+3 ആയിരിക്കുമല്ലോ. അടുത്ത കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും, x+3+3 x+6 എന്ന് വരും, പിന്നെ x+9 വരും ഇല്ലേ. മൊത്തം 5 കുട്ടികളാണ്. ആദ്യത്തെ കുട്ടി x ആണ്, അടുത്ത x+3 ആണ്, പിന്നെ x+6 ആണ്, പിന്നെ x+9 ആണ്, പിന്നെ അടുത്ത എന്താണ് വരിക, x+12 വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതെല്ലാം കൂട്ടുക. ഇവിടെ എത്ര എക്സ് ഉണ്ട്, 5x ആണല്ലോ. എത്ര എക്സ് ഉണ്ട്, 5x ഉണ്ട്. അപ്പോൾ 5x പ്ലസ് ഇവിടെ എത്രയാണ്, 6 3 9 18, ഈ 2 എടുത്ത 20 30 എന്ന് വരും. 30 ഇത് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എത്ര എന്ന് പറയുന്നിട്ട് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 50 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 5x + 13 = 15 എന്ന് കിട്ടി. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് 5x = 50 - 30 നമുക്ക് അവിടെ നിന്ന് കിട്ടും 20 നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. x = 20/5, അതായത് നമുക്ക് 4 എന്ന് കിട്ടും. അതായത് ആ ചെറിയ കുട്ടിയുടെ പ്രായമാണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് വരിക, ഈ ഒരു ചോദ്യത്തിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 4 ആണ് ആ ചെറിയ കുട്ടിയുടെ പ്രായം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം 853 × 1346 × 452 × 226 ഈ ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ 8 5 3 × 1346 × 452 × 226. ഇവിടെ നമ്മൾ ഇതിന് ഇങ്ങോട്ട് ഗുണിക്കാം. അവിടെ എന്താണ്, ഈ 6 3 കൂടെ നമ്മൾ ഗുണിക്കുമ്പോൾ 18 കിട്ടുമല്ലോ. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ 8 ആണുള്ളത്. നമ്മളെപ്പോഴും എങ്ങനെ എഴുതുക, നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ എഴുതുക 23 × 22 ഗുണിക്കാൻ പറഞ്ഞാൽ ഇവിടെ 6 വരും. 2 × 3 ഗുണിച്ചാൽ 6 വരും. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ 18 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 8 നമ്മൾ അവിടെ എഴുതും. പിന്നെ 1 എന്താണ്, തൊട്ടടുത്ത ഇതിനോട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കും. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമുക്കിപ്പോൾ 3ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ ഗുണിക്കുമ്പോൾ നമുക്ക് 8 കിട്ടി. ശരിക്കും കിട്ടേണ്ട 18 ആണ്. അതിലൊന്ന് നമ്മൾ തൊട്ടടുത്തതിനോട് ഗുണിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യാം, കൂട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും. അപ്പോൾ ഇവിടെ 8 ആണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത്, ഒറ്റാമത്തെ ആ ഒരു ഡിജിറ്റിൽ. ഇനി ആ 8ഉം 2ഉം കൂടെ ഗുണിക്കുക. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി, 6 കിട്ടി. അതായത് ശരിക്കും 16 ആണ് കിട്ടുക. പക്ഷെ നമ്മൾ 6 ആണ് അവിടെ എടുക്കുക. എന്താണ്, തൊട്ടടുത്തതിനോട് കൂട്ടാൻ വേണ്ടി മാറ്റി വെക്കും. ഇനി ഈ 6ഉം കൂടെ ഗുണിക്കുക. അപ്പോൾ നമുക്ക് 36 കിട്ടും. പക്ഷെ അവിടെ ഒറ്റേൻ്റെ സ്ഥാനത്ത് എത്രയാണ് വരിക, 6 ആണ് വരിക. 3 എന്താണ്, തൊട്ട് അടുത്തത് ചെയ്യുമ്പോൾ അവിടെ കൂട്ടാൻ വേണ്ടി മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ 6 വരുന്ന ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരിക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് മൊത്തം ഗുണിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പരീക്ഷ കഴിയുമ്പോഴും ഒരിക്കലും എന്ത് ചെയ്യില്ല, തീരത്തില്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റ് 3 ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് പറഞ്ഞത്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ 17നെ നേരെ തിരിച്ച് എഴുതുകയാണ് ചെയ്തത്. 71 23 32 ആക്കി. പിന്നെ 19 ആണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക. 19 90 എന്നല്ല എഴുതുന്നത്, എന്താണ് 91 എന്നാണ് എഴുതേണ്ടിയിരുന്നത്. 46 എന്നാണ് 64 എഴുതിയിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. മോഹന്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപ എന്നാണ് കൊടുത്തിരിക്കുന്നത്.
വരുമാനത്തിൻ്റെ 15% മകളുടെ പഠനത്തിനും 28% വീട് ചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു എങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്ര എന്നാണ്. അതായത് ബാക്കി വരുന്നത് എത്ര എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചെലവെന്ന് പറയുന്നത് 15% പ്ലസ് 28 പ്ലസ് 10, ഇതാണ് അദ്ദേഹത്തിൻ്റെ ചെലവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എത്ര കിട്ടും? ഇത് നമുക്ക് 8 5 13, ഇവിടെ നമുക്ക് എത്ര കിട്ടും? 53 എന്ന് കിട്ടും അല്ലേ? 53. അപ്പോൾ അയാൾ 53% എന്ത് ചെയ്യുന്നുണ്ട്? ചെലവാക്കുന്നുണ്ട്. ബാക്കി വരുന്ന 47% എന്ത്? അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അതായത് ഈ 50,000-ൻ്റെ 47% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? 50,000 ഇൻറ്റു 47/100 ചെയ്താൽ മതി. 50,000 ഇൻറ്റു 47/100. അപ്പോൾ ഈ 2 0 വെട്ടിപ്പോയി. ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോൾ 7 5 35, 14 20 23. അപ്പോൾ 23500. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ 99ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ നമ്മുടെ ചോദ്യം 5 മൈനസ് ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ ആദ്യം ചെയ്യാം. 1/4. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 2 × 2, ഇത് 2 × 2 പ്ലസ് 1. അപ്പോൾ നമ്മുടെ എന്ത് കിട്ടും? 5/2 എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 4 × 2 പ്ലസ് 1, നമുക്ക് അവിടെ എന്ത് കിട്ടും? 9/4 എന്ന് വരും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 4 ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 1/4, ഇവിടെ എന്താണ്? ഇൻറ്റു 2 ചെയ്യുക, ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും? ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ എന്തായി മാറി? ഈ 5 × 2 ചെയ്താൽ നമുക്കവിടെ എന്തായി? 10 എന്നായിട്ട് മാറി. ഈ താഴ്ഭാഗത്ത് എന്തായിട്ട് മാറി? 4 എന്നായിട്ട് മാറി. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10 + 1 + 9 ഓൾ ഡിവൈഡ് ബൈ 4 എന്ന് എഴുതാം. ഓൾ ഡിവൈഡ് ബൈ എന്തെന്ന് എഴുതാൻ പറ്റും? 4 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് 10 പ്ലസ് ഇവിടെ എന്താണ്? 9 + 10 19 ആണ്. 19 + 1 20. 20/4 എന്ന് ചെയ്താൽ 5 ആണ് വരിക. 5 - 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എന്തായിട്ട് മാറിയിട്ടുണ്ട്? 5 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ 100, അതായത് 20 ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രിലിം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കേണ്ട ആ ഒരു നിലവാരത്തിൽ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ പഠിക്കുന്നവർ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവുക. ബേസിക് കാര്യങ്ങളൊക്കെ നല്ലോണം പഠിക്കുക. എങ്കിൽ മാത്രമേ ഇതിൽ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് PSC യുമായി ബന്ധപ്പെട്ട മറ്റു ക്ലാസ്സുകളൊക്കെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.